കർത്താവും ദൈവവുമായ പരിശുദ്ധ ദൈവത്തിൻ്റെ നാമത്തിൽ G2R പ്ലാറ്റ്ഫോമിൽ ദൈവവചനം കേൾക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ വന്ദനം. ദൈവം എല്ലാവരെയും തുടർന്നും അനുഗ്രഹിക്കുമാറാകട്ടെ. പലർക്കും കേൾക്കുന്നതിന് ഇൻപം അല്ലാത്ത ചില വിഷയങ്ങളാണ് ഇവിടെ സംസാരിക്കുന്നതെന്ന് അറിയാം. അവണ്ണം തന്നെയാണ് ആദ്യകാലം മുതൽ തന്നെ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്ന വിധത്തിലുള്ള ശുശ്രൂഷയല്ല ദൈവം തൻ്റെ ദാസന്മാരെ ഏൽപ്പിച്ചത്. യഥേഷ്ടം തോന്നും വിധം ജീവിക്കുവാൻ ദൈവം ആരെയും അനുവദിച്ചിട്ടില്ല. ഒരു രാജ്യത്തിന് അതിൻ്റേതായ നിയമസംഹിതകൾ ഉണ്ട്. അത് അനുസരിച്ച് അതിൻ പ്രകാരം ജീവിക്കുവാൻ ആ രാജ്യത്തിൽ ജനിച്ചു വളർന്ന പ്രജകൾക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ളത് മറന്നു കളയരുത്. ആ നിയമസംഹിതകളെ ഏറ്റെടുത്ത് അതിൻ പ്രകാരം നടക്കാത്ത വ്യക്തി ആരോ ആ വ്യക്തിയെ കുറ്റവിചാരണ ചെയ്ത് ശിക്ഷ വിധിക്കും എങ്കിൽ ദൈവസഭയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്ന വിശ്വാസ പ്രമാണവും നിയമസംഹിതയുമായ ദൈവവചനത്തിനനുസരിച്ച് നടക്കാത്ത ഏവനെയും അതാരായാലും അവരെ ദൈവം വിധിച്ച് വിസ്തരിച്ച് വിധിക്കും എന്ന് മറന്നുപോകാതെ വേണം ദൈവവചനം പഠിക്കേണ്ടത്. ആദ്യം തന്നെ ദൈവം തോട്ടത്തിൽ കൊണ്ടുവന്ന് മനുഷ്യനെ ആക്കി കാണുന്നതും കേൾക്കുന്നതും എല്ലാം തിന്നുകൊള്ളുവാൻ അനുവദിച്ചില്ല. കാണുവാൻ ഭംഗിയുള്ളതും തിന്മാൻ രുചിയുള്ളതുമായ വൃക്ഷങ്ങളുടെ നടുവിൽ അതിമനോഹരമായതൊന്ന് തിന്നരുത് എന്ന് കൽപ്പിച്ചിട്ടാണ് ആക്കിയത്. അതുപോലെ തന്നെ നാം പാർക്കുന്ന ഈ ഭൂമിയിൽ കാണുന്നതും കേൾക്കുന്നതും എല്ലാം സ്വീകരിക്കുകയും അനുകരിക്കുകയും അംഗീകരിക്കുകയും അനുഭവിക്കുകയും ചെയ്യുവാൻ അല്ല ദൈവം തൻ്റെ ദാസന്മാരെ ആക്കിയിരിക്കുന്നത്. വിധിമുറപ്രകാരം അഥവാ ചട്ടപ്രകാരം ഇതിൽ നൽകിയിരിക്കുന്ന വ്യവസ്ഥ പ്രകാരം പോരായികയാൽ കിരീടം പ്രാപിക്കയില്ല എന്ന് വിശുദ്ധ പൗലോസും എഴുതിയിരിക്കുന്നത്. കിരീടം എന്നാൽ ബഹുമാനം, അംഗീകാരം, സ്ഥാനം, മാനം എന്നീ അർത്ഥങ്ങളുമുണ്ട്. അത് മനസ്സിലാക്കി വേണം ദൈവദാസീദാസന്മാർ ഈ ലോകത്തിൽ കർത്താവിന് വേണ്ടി ജീവിക്കുന്നു എന്ന് പറയേണ്ടത്. ദൈവജനവും യഹോവയുടെ പ്രവാചകന്മാരും എന്ത് ചെയ്യണം? യഹോവ അരുളി ചെയ്തിരിക്കുന്ന യഹോവയുടെ വചനം അവരായിരിക്കുന്ന സ്ഥലത്തും സമയത്തും ജനത്തോട് പറയണം. അവർ അത് സ്വീകരിക്കേണ്ടതിനു വേണ്ടി അവരുടെ കണ്ണിൽ നിന്ന്, പ്രവാചകന്മാരുടെ കണ്ണിൽ നിന്ന് രാവും പകലും ഇടവിടാതെ കണ്ണുനീർ ഒഴുക്കണം. നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തെ ആസ്പദമാക്കി തന്നെയാണ് തുടർന്നും ദൈവവചനം പഠിച്ചും പ്രസംഗിച്ചും പാരായണം ചെയ്തുകൊണ്ടും ഇരിക്കുന്നത്. യിരെമ്യാ പ്രവചനത്തിൽ നിന്നാണ്. 14 അധ്യായം 17 വാക്യം. കരയുന്ന പ്രവാചകൻ തന്നെയാണ് യിരെമ്യാവ്. ഇന്നത്തെ കാലത്തും അനുസ്മരണം കെട്ട് വചനവിരുദ്ധമായി നടക്കുകയും പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കൂട്ടം വ്യക്തികളെയും ശുശ്രൂഷന്മാരെയും കണ്ട് രാവും പകലും കരയേണ്ടതിനു വേണ്ടി ദൈവദാസന്മാർ തയ്യാറാകട്ടെ. 9 അധ്യായം 1 വാക്യത്തിൽ അതുതന്നെയാണ് പ്രവാചകനെക്കുറിച്ച് ദൈവം പറഞ്ഞതും താൻ അനുഭവത്തോടുകൂടെ എഴുതിയതും. എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ നിഹിതന്മാർ നിമിത്തം ആത്മീയമായി നിഹിതന്മാരായവരെക്കുറിച്ച് രാവും പകലും കരയേണ്ടതിന് എൻ്റെ തലയെ വെള്ളവും കണ്ണുനീരുറവയുമാക്കി മാറ്റിയിരുന്നുവെങ്കിൽ നന്നായിരുന്നു. 31:16 വിലാപ പുസ്തകങ്ങൾ 3 അധ്യായം 48
അത് തന്നെ വിവരിക്കുന്നു. ഒന്ന്, നാശത്തിലേക്ക് പോകുന്നതിന് മുൻപും പിന്നീട് സൗന്ദര്യപൂർണമായിരുന്ന പട്ടണം നാശഹേതുവായി കിടക്കുന്നതിൻ്റെ ശിഥിലീഭവിച്ച നാശനഷ്ടങ്ങൾ കണ്ടുകൊണ്ടും യിരെമ്യാവ് വിലാപ പുസ്തകം 3:48 പറയുകയാണ്. പഴയ നിയമ ലേവ്യ പൗരോഹിത്യ വിശ്വാസികൾ കള്ളപ്രവാചകന്മാരെ പുകഴ്ത്തിയിരുന്നുവെന്ന് ദൈവപുത്രൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നു. ഈ ഭാഗം പറഞ്ഞാണ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ നിർത്തിയത്. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 26-ാമത്തെ വാക്യം. നിങ്ങൾ പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന വിഷയങ്ങൾ കേട്ട് അവർക്കിഷ്ടമുള്ള വിധത്തിലുള്ള വിഷയങ്ങൾ പ്രസംഗിക്കുന്നത് കേട്ട് അതിനെ അവർ പുകഴ്ത്തുന്നത് കണ്ട് നിങ്ങളെ ആകാശത്തോളം ഉയർത്തുന്നുവെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളണം, നിങ്ങൾ പറയുന്ന കാര്യം ദൈവവചനാടിസ്ഥാനത്തിൽ ഉള്ളത് അല്ല. എന്നാൽ നിങ്ങൾ പറയുന്ന വചനങ്ങൾ കേട്ട് അവർ രൂപാന്തരപ്പെട്ട് ദൈവാനുരൂപമായി തീരത്തക്കവണ്ണം പുതിയ സൃഷ്ടികളായിക്കൊണ്ടേയിരിക്കുന്നു എങ്കിൽ നിങ്ങൾ ദൈവവചനമാണ് പ്രസംഗിക്കുന്നത്. ഈ അരുളപ്പാട് പുതിയ നിയമ രാജകീയ പുരോഹിത വംശജരാകുന്ന നമുക്കും ഒരു ബുദ്ധിയുപദേശം ആകുന്നു. പോകുന്ന ഇടത്തും വരുന്ന ഇടത്തും കാണുന്നവരെയും കേൾക്കുന്നവരെയും പുകഴ്ത്തി അവരുടെ പ്രശംസ അംഗീകരിക്കുവാൻ അല്ല പ്രസംഗിക്കേണ്ടത്, അവരെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ വചനമാകുന്നു പ്രസംഗിക്കേണ്ടത്. ദീർഘകാലം ഒരു സഭയിൽ തന്നെ ശുശ്രൂഷകനായി തുടർന്ന് ധനസമ്പാദനത്തിനു വേണ്ടി ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകന്മാർ ആകാതെ സത്യവചനം യഥാർത്ഥമായി പ്രസംഗിച്ച് ദൈവമുൻപാകെ നിൽക്കുവാൻ ലജ്ജിച്ചു പോകാത്ത ശുശ്രൂഷകന്മാരായി നിൽക്കുവാൻ ദൈവത്തിൻ്റെ ദൂതുവാഹകന്മാരാകേണ്ടതിനാണ് ദൈവം തൻ്റെ ദാസന്മാരെ ആക്കിയിരിക്കുന്നത്. അതായത് നാം ചെയ്യുന്ന ഏതുവിധ ശുശ്രൂഷയും ആകട്ടെ അതിൻ്റെ അനന്തരഫലമായി വരുന്ന വിജയത്തിൻ്റെ അത്ഭുതങ്ങൾ കാണുവാൻ നമ്മെ പുകഴ്ത്തുമ്പോൾ അതിൽ പുകഴരുത് എന്ന സാരം. നിങ്ങളേതെങ്കിലും ഒരു ശുശ്രൂഷയിൽ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ശുശ്രൂഷ ചെയ്ത് അവരെ ദൈവസന്നിധിയിലേക്ക് കുറ്റമറ്റവരായി നിർത്തുമ്പോൾ നിങ്ങളല്ല അവരെ ആ രീതിയിൽ നിർത്തുന്നത്, നിങ്ങൾ പ്രസംഗിച്ച പഠിപ്പിച്ച ദൈവവചനമാണ് എന്ന് മറക്കരുത്. പുതിയ നിയമകാലത്തുണ്ടായിരുന്ന ചില കള്ളപ്രവാചകന്മാർക്കുള്ള ഉദാഹരണവും തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 5-ാമത്തെ വാക്യം മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ആ പ്രവാചകന്റെ പേര് ബർ യേശു. വാക്കിന്റെ അർത്ഥം ബർ എന്നാൽ മകൻ എന്നാണ്. യേശു എന്ന് പറഞ്ഞാൽ രക്ഷകൻ. പേര് നല്ലത് തന്നെ. യേശുവിൻ്റെ മകൻ, സൺ ഓഫ് ജീസസ്. ചിലരുടെ പേരുകളൊക്കെ നമ്മൾ കേൾക്കാറില്ലേ? യേശുദാസ്. വ്യക്തികളെ ആക്ഷേപിക്കല്ലേ, പേരിൻ്റെ അർത്ഥം പറയുകയാണ്. യേശു എന്ന രക്ഷകന്റെ ദാസനാണ് പോലും. ലോകത്തിൽ എവിടെയെല്ലാം വിഗ്രഹങ്ങൾ ഉണ്ടോ അവിടെ എഴുന്നള്ളിച്ചെന്ന് അവരോടുകൂടെ നിന്ന് ആരാധിക്കുന്ന യേശുദാസന്മാർ. ഇവന്റെ അടുത്ത പേര് നോക്കണം, എലീമാസ്. അവിടെ തന്നെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്, വിദ്വാൻ അഥവാ ബുദ്ധിമാൻ. ജനങ്ങളെ കൂട്ടുന്നവൻ, ബുദ്ധിപരമായി തന്ത്രപരമായി ജനത്തെ കൂട്ടുന്നവൻ എന്നാണ് അർത്ഥം. ഇന്നും അങ്ങനെയുള്ള എലീമാസ ഒരുപാട് പേരിൽ ആത്മീയ കോളത്തിലുണ്ടല്ലോ. ശുശ്രൂഷ കഴിഞ്ഞ് വരുമ്പോൾ 1,000 പേരാണ് ഇന്ന് എൻ്റെ മീറ്റിങ്ങിന് കൂടിയത്. ആളുകളെ കൂട്ടുന്നതിലല്ല വ്യക്തികളുടെ ശുശ്രൂഷയുടെ വിജയം വെളിപ്പെടേണ്ടതിന് വരുന്ന ആളുകൾ ദൈവകൃപയിൽ നിലനിൽക്കുന്നുവോ എന്നുള്ളതാണ്. അവൻ്റെ പാരമ്പര്യം യഹൂദൻ. വാക്കിൻ്റെ അർത്ഥം ഉൽപ്പത്തി പുസ്തകത്തിൽ ലേയ തൻ്റെ 4-ാമത്തെ മകനെ പ്രസവിച്ചപ്പോൾ വേദനയുടെ നടുവിലും ഞാൻ യഹോവയെ സ്തുതിക്കും എന്ന് പറഞ്ഞ് അവൻ യഹൂദ എന്ന് പേരിട്ടു. ഇതുപോലെ ഇന്നത്തെ ആത്മീയകോളത്തിലും ആരാധനയുടെ പുറമൂടി ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരുപാട് ബറിയേശുക്കളും എലീമാസുമാരും ഉണ്ട്. അവൻ്റെ ജന്മസ്ഥലം കുപ്രോസ് ദ്വീപിലുള്ള പാഫോസ്. എന്താണ് തൊഴിൽ? കള്ളപ്രവചനം.
താമസം എവിടെയാണ്? ബുദ്ധിമാനായിരുന്ന സെർഗിയോസ് പൗലോസ് എന്ന ദേശാധിപതിയോടുകൂടെ. ഇന്നും അങ്ങനെ തന്നെയല്ലേ? പഞ്ചനക്ഷത്ര സൗകര്യങ്ങളോടുകൂടെ പാർക്കുന്ന, പാർപ്പിടം അന്വേഷിച്ച് നടക്കുന്ന പ്രവാചകന്മാർ. എന്നാൽ അന്നത്തെ കാലത്ത് ഹെരോദാവിൻ്റെ കൊട്ടാരത്തിലും മഹാപുരോഹിതന്റെ വീട്ടിലും അല്ല നമ്മുടെ കർത്താവ് പാർത്തതും ശുശ്രൂഷിച്ചതും എന്ന് മറന്നു പോകരുത്. ഒരുവൻ വന്ന് ദൈവപുത്രന്റെ അത്ഭുതാവാഹമായ ശുശ്രൂഷ കണ്ടിട്ട്, ഗുരുവേ, നീ എവിടെയാണ് പാർക്കുന്നത് എന്ന് ചോദിച്ചതിൻ്റെ രഹസ്യം അവനോടുകൂടെ പാർക്കുവാനുള്ള ആഗ്രഹമായിരുന്നു എന്ന് വെക്കുക. കർത്താവ് പറഞ്ഞു, സ്നേഹിത, പാമ്പുകൾക്ക് കുഴിയുണ്ട്, പറവകൾക്ക് ആകാശവും കൂടുമുണ്ട്, മനുഷ്യപുത്രനോ തലചായിപ്പാൻ സ്ഥലമില്ല. ഇവിടെ പാർക്കുന്നത് നമ്മൾക്ക് ഒരു കുഴിമാടമോ ഒരു കൊട്ടിലോ വേണ്ട എന്നല്ല. എന്നാൽ പഞ്ചനക്ഷത്ര സൗകര്യത്തോടുകൂടെയുള്ള മണിമാളികകൾ കെട്ടിപ്പടുത്ത് അതിൽ പാർത്തുകൊണ്ട് സുഖജീവിതം ചെയ്യുവാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. 318 യുദ്ധാഭ്യാസികളും അവരോടുകൂടെ ചേർന്നുള്ള ദാസീദാസന്മാരും ഉണ്ടായിരുന്ന അബ്രഹാം ദൈവം ശില്പിയായ ആ മണിമകുടത്തെ ആത്മാവിൽ ദർശിച്ചു കണ്ടതുകൊണ്ട് ഇവിടെ അടിസ്ഥാനങ്ങൾ ഉള്ളതൊന്നും പണിതില്ല. കാരണം ഇയ്യോബിൽ കൂടെ ദൈവം വെളിപ്പെടുത്തി, ഭൂമിക്ക് പോലും അടിസ്ഥാനമില്ലല്ലോ, അടിസ്ഥാനമില്ലാത്ത ഈ ഭൂമിയിൽ എന്തടിസ്ഥാനമാണ് സഹോദര, സ്നേഹിത, നീ ഉണ്ടാക്കേണ്ടത്? ചിലർ പറയാറുണ്ട്, ഇന്ന സഭയുടെ സ്ഥാപകൻ ഞാനാണ്, മരണത്തിൽ ശവശരീരത്തിൻ്റെ അടുക്കൽ കൂടിയിരുന്ന് ഈ സഭയുടെ സ്ഥാപകൻ ഇദ്ദേഹമാണ്. മഠേത്തരം പറയരുത്. സഭ സ്ഥാപിച്ചത് കർത്താവാണ്. സഭയുടെ ഒരു ചെറിയ ഭാഗം തുടങ്ങുവാൻ ദൈവം നിങ്ങൾക്ക് സാവകാശവും സന്ദർഭവും തന്നു എന്നുള്ളതല്ലാതെ സഭ സ്ഥാപിച്ചത് നിങ്ങളല്ല, ദൈവമാണ് എന്ന് മറക്കരുത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവർ ഒരു കാര്യം, ആരെങ്കിലും എവിടെങ്കിലും സഭകൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ, കൂടിവരവുകൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കഴിവുകൊണ്ട് നിങ്ങൾ ആരംഭിച്ചതും സ്ഥാപിച്ചതുമല്ല. ദൈവം മുൻകണ്ട തീരുമാനത്തിന് പ്രകാരം അതവിടെ ഉരുവായി എന്ന് മാത്രം. ഉദാഹരണത്തിന് അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ സ്ഥാപകൻ, ചർച്ച് ഓഫ് ഗോഡിൻ്റെ സ്ഥാപകൻ, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ സ്ഥാപകൻ, ഇത്രയും പറഞ്ഞ് നിർത്തട്ടെ. മറ്റ് പല സഭകളുടെയും സ്ഥാപകന്മാർ, ഫൗണ്ടിങ് പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് ദൈവവചന വിപരീതമാണ്. അവർ കണ്ടുപിടിച്ചതല്ല, ദൈവം മുൻ കണ്ടതിനെ പണിയുവാൻ കൂട്ടുപണിക്കാരായി അവർ ചേർന്നു എന്ന് മാത്രം. വിശുദ്ധ പൗലോസും പത്രോസും യാക്കോബും യോഹന്നാനും ഒരിടത്തും പോയി സഭ സ്ഥാപിച്ചില്ല. ദൈവസഭയുടെ സ്ഥാപകൻ ക്രിസ്തുവാണ് എന്ന് മത്തായി സുവിശേഷം 16-ാം അധ്യായം 16 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ ഞാൻ എൻ്റെ സഭയെ പണിയും. അടുത്തത് ഈ ബർയേശുവിൻ്റെ ശുശ്രൂഷ. പൗലോസും കൂട്ടരും പ്രസംഗിച്ച ദൈവവചനം അവർ കേൾക്കാത്ത വിധം, ജനങ്ങൾ കേൾക്കാത്ത വിധം തടുത്തുകളയുക, പൗലോസിനോട് എതിർത്ത് നിൽക്കുക, ഇതൊക്കെയാണ് ബർയേശുക്കളുടെ കള്ളപ്രവാചകന്റെ ശുശ്രൂഷകൾ. നിങ്ങൾ ദൈവദാസന്മാരാൽ പ്രസംഗിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ നിർമ്മലത കേട്ട ശേഷം അത് തെറ്റാണോ അല്ലയോ എന്നുള്ളത് ഉരച്ചു നോക്കേണ്ടത് ദൈവവചനവുമായിട്ടാണ്. ദൈവവചനത്തിലുള്ള സത്യസുവിശേഷം പ്രസംഗിച്ച് തെറ്റാണ്, അതങ്ങനൊന്നുമില്ല, അത്രയും പോകണ്ട എന്ന് പഠിപ്പിക്കുന്ന വ്യക്തിയാണ് നിങ്ങളുടെ അടുക്കൽ വരുന്നതെങ്കിൽ അവൻ കള്ളപ്രവാചകനാണ്. കാരണം പ്രവചിച്ചത് അതേപടി പ്രസ്താവിച്ച ദൈവദാസന്മാരുടെ ദൈവിക ആലോചന തെറ്റാണെന്ന് പറയുന്നവൻ അല്ലാതെ കള്ളപ്രവാചകൻ ആര്? ഇവന്റെ ലക്ഷ്യം, ബർയേശുവിൻ്റെ ലക്ഷ്യം കാപട്യം, ധൂർത്ത്, ഉന്നതന്മാരോടുകൂടെ വസിക്കുക. ഒരിക്കൽ കൂടെ പറയാം, ഈ കള്ളപ്രവാചകന്മാരുടെ ലക്ഷ്യം കാപട്യം കാണിച്ച്, യാഥാർത്ഥ്യം മറച്ചുവെച്ച്, പുറമൂടി ധരിച്ച്, ധൂർത്തും ആഡംബരപൂർണവുമായി ജീവിച്ച്
ഉന്നതന്മാരോടുകൂടെ വാസം. എളിയവരോടുകൂടെ പാർക്കുകയും വസിക്കുകയും ചെയ്യുന്നവർക്ക് ഇഷ്ടമല്ല. ഉദാഹരണത്തിന്റെ രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 8-ാമത്തെ 1-ാമത്തെ വാക്യം തൊട്ട് വായിച്ചാൽ മതി. അവിടെ ഒരു വ്യക്തിയെ കാണാം. അവന്റെ പേര് ഗെഹാസി എന്നാണ്. അവന്റെ ഗുരുവായിരുന്ന എലീശയുടെ ഗുരുവായിരുന്ന ഏലിയാവ് ഒരിടത്തും ഉന്നതന്മാരായ രാജാക്കന്മാരോടുകൂടെ വസിക്കുവാനോ അവരുടെ കൊട്ടാരങ്ങൾ സന്ദർശിപ്പാനോ പോയിട്ടില്ല. എന്നാൽ ഗെഹാസിയോ കൊട്ടാരങ്ങളിലും മറ്റുമാണ് വാസം. അവനല്ലേ കള്ളപ്രവാചകൻ. സാക്ഷാൽ പ്രവാചകൻ ദൈവം അയക്കുന്നിടത്ത് പോവുകയും ദൈവം അനുവദിക്കുന്നിടത്ത് പാർക്കുകയും ദൈവം കൊടുക്കുന്ന ഭക്ഷണം ഭക്ഷിക്കുകയും ദൈവം കൊടുക്കുന്ന വസ്ത്രം ധരിക്കുകയും, അല്ലാതെ നയമാൻ കൊടുത്ത വസ്ത്രവും സൂട്ടും ധരിച്ചുകൊണ്ട് നടക്കുന്നതല്ല ദൈവദാസന്മാരുടെ, സാക്ഷാൽ ദൈവദാസന്മാരുടെ ബാഹ്യ ലക്ഷണങ്ങൾ. ഇവന് വന്ന ശിക്ഷ, ഒരു സമയം വരെ സൂര്യനെ കാണാതെ തിമിരവും കുരുട്ടും ബാധിച്ചു. അവൻ ബ്ലൈൻഡായി പോയെന്ന്. അന്യരുടെ കൈ പിടിച്ച് തപ്പി നടന്നു. അപ്പസ്തലപ്രവൃത്തി 13-ാം അധ്യായം 11-ാമത്തെ വാക്യം. ഒരു സമയം വരെയൊക്കെ ഇവർ നടക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവർ ആത്മീയ കുരുട് ബാധിച്ച് എങ്ങും സ്വീകാര്യരല്ലാതെ തീരുന്ന ഒരു സമയം ഉണ്ട്. ഇന്ന് പലരെയും നടത്താൻ കോൺട്രാക്ട് എടുത്തിരിക്കുന്ന ഇവർ നടക്കുവാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് നടത്തപ്പെടും. കള്ളപ്രവാചകന്മാരുടെ തുടർ ശുശ്രൂഷകൾ ധാരാളം തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം 29-ഉം 30-ഉം വാക്യങ്ങളിൽ ശ്രദ്ധിക്കുക. സഭാ ശുശ്രൂഷന്മാരുടെ അഭാവത്തിൽ വ്യക്തികൾ, കുടുംബങ്ങൾ, സഭകൾ ആദിയായിടങ്ങളിൽ രഹസ്യമായി കടന്നു വരികയും, അപ്പോസ്തല പ്രവൃത്തി 20-ന്റെ 29 ഞാൻ പറഞ്ഞത് കള്ളപ്രവാചകന്മാരുടെ ലക്ഷണം. ഇവർ കർത്താവായ യേശുക്രിസ്തു അരുളി ചെയ്ത ആടുകളുടെ വേഷം ധരിച്ച ചെന്നായ്ക്കളുടെ സ്വഭാവം കടിച്ചു കീറും. റാവനസ് വൂൾസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. തോലും മാംസപേശികളിലും അസ്ഥികളും എല്ലാ അവയവങ്ങളും ചിതറിച്ചു കളയും. ഹർപ്പേഗസ് ലൂക്കോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. റാഞ്ചി കൊണ്ടുപോകുന്ന ചെന്നായ്ക്കൾ ആകുന്നു ഇവർ. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 15-ാമത്തെ വാക്യം. സത്യസുവിശേഷത്തിൽ വിശ്വസിച്ച് നിത്യമായി നിലനിൽക്കുന്ന ഉപദേശം സ്വീകരിച്ച് ഐക്യമായി നിൽക്കുന്ന ദൈവിക കുടുംബങ്ങളിൽ, ആത്മീയ കുടുംബങ്ങളിൽ പ്രവേശിച്ച് അന്യദേശത്തോ സ്വദേശത്തോ കുടുംബങ്ങളിൽ നിന്നും മാറിപ്പാർക്കുന്ന ദൈവമക്കളെ ചിതറിച്ചു കളഞ്ഞ് കുടുംബങ്ങളിൽ നിന്നും സഭകളിൽ നിന്നും മാറ്റി സ്വന്തം താല്പര്യത്തിന് അവരുടെ ഉപദേശം സ്ഥാപിച്ച് കടിച്ചു കീറുന്ന പല ചെന്നായ്ക്കളും ഇന്നത്തെ ആത്മീയ ഗോളത്തിൽ ഉണ്ട്. ഉദാഹരണമാണ് കോട്ടയംകാരൻ, ഒരു കള്ളപ്രവാചകൻ. അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു സത്യസഭയിൽ ദൈവകൃപയിൽ ശുശ്രൂഷിച്ചെന്ന ശുശ്രൂഷകനെ മോഹനസുന്ദര വാഗ്ദാനങ്ങൾ കൊടുത്ത് അവിടെ നിന്ന് മാറ്റിക്കൊണ്ടുപോയപ്പോൾ ആ നല്ല സുവിശേഷം സ്വീകരിച്ചു നിന്ന സഭയിൽ വിന്നിരുന്ന പല വിശ്വാസികളെയും എടുത്ത് ഈ വലിയ ചെന്നായി കൊണ്ടുപോയി തൻ്റെ സ്വന്തം സാമ്രാജ്യം സ്ഥാപിച്ചു. ഇന്ന് ലോകത്തിൽ പലയിടങ്ങളിലും 2 പേരും കൂടെ ഗെഹാസിയെ പോലെ നടക്കുകയാണ്. ഒരു കാര്യം, കള്ളപ്രവാചകന്മാരെ സൂക്ഷിക്കുക. കർത്താവെ, നന്ദിയോടുകൂടെ സ്തോത്രം. തിരുവചനം സത്യമായി പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത് കർത്താവിന് കൊള്ളാകുന്നവരായി നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണം. അതിനുവേണ്ടി ദൈവസഭയിൽ അടിയങ്ങളെ സമർപ്പിച്ച് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ.